വിനീതുമായിട്ടുള്ള ബന്ധം തുടങ്ങുന്നത് അതിന് 1 വർഷം മുമ്പാണ്. വിനീത് അതായത് ഹൗസ് അറ്റൻസ് സമയത്ത് നമ്മുടെ PCM ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ഇരുന്നതാണ്. പക്ഷെ ഞാൻ ആ സമയത്ത് ജോയിൻ ചെയ്യേണ്ടെന്ന് പറഞ്ഞു. 1 വർഷം കഴിഞ്ഞ് ഹൗസ് അറ്റൻസി കഴിഞ്ഞിട്ടാണ് വിനീത് വരുന്നത്. ഐലേണിലേക്ക് ജസ്റ്റ് ഒരു കോഴ്സ് എൻക്വയറി എന്നുള്ള രീതിയിൽ ഞാൻ വിളിക്കുകയും സാറിന് ഹാൻഡ് ഓവർ ചെയ്യുകയും അങ്ങനെയാണ് ഐലേണായിട്ടുള്ള ബന്ധം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനിയുള്ള ജേണി ആണ് ദിസ് ഇസ് ദ റിയൽ ബിഗിനിങ് എന്ന് നമ്മൾ പറയുന്ന പോലെയുള്ള ഒരു സിറ്റുവേഷനിൽ ചേരാൻ സഹായിച്ചതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് ഐലേൺ തന്നെയാണ്. ഏറ്റവും എൻ്റെ ഈ ഒരു സിവിൽ സർവീസ് ഫീൽഡിൽ തന്നെ ഗോഡ് ഫാദർ എന്നുള്ള നിലയിൽ ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് സാറിനോടാണ്. എല്ലാ ഫേസിലും ഇപ്പോൾ ഈവൻ പ്രിലിംസിന് പോകുന്നതിന് മുമ്പാണെങ്കിലും മെയിൻസിന് മുമ്പാണെങ്കിലും പിന്നെ ഇൻ്റർവ്യൂ മൊത്തം സാറിൻ്റെ ഇത് തന്നെയായിരുന്നു. ഈ തവണത്തെയാണെങ്കിലും പ്രിലിംസിന് 9 ദിവസം സാറിനെ കണ്ടിട്ടാണ് ഞാൻ പോയി പ്രിലിംസ് എക്സാം കൊടുത്തത്. എല്ലാത്തിലും ആ കോൺസ്റ്റൻറ്റ് മോട്ടിവേഷനായിട്ട് ഞാൻ എന്നെ തന്നെ വിശ്വസിച്ചേക്കാൾ കൂടുതൽ സാറ് എന്നിൽ വിശ്വസിച്ചിട്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ സാറിന് ഏറ്റവും വലിയ നന്ദി എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ അറിയിക്കുകയാണ് ഈ ഒരു ഉത്തരം. അതോടൊപ്പം തന്നെ ഐലേണിൻ്റെ ഏറ്റവും സ്ട്രോങ് ഹോൾഡായിട്ടുള്ള ഡയറക്ടേഴ്സ്, നെക്സ്റ്റ് TJ സർ, സാറിൻ്റെ എത്തിക്സ് ക്ലാസ്സസ് ആണ് ഇത് ഞാൻ ആ കൂടെ സോഴ്സായിട്ട് എടുത്തിട്ടുള്ളതും. എക്സാമിന് പോയി സാർ എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ് ഞാൻ പോയി അവിടെ പോയി എഴുതിയിട്ടുള്ളത്. ഇറ്റ് വാസ് റിവാർഡഡ് റിയലി ഗുഡ്. ഇപ്പോൾ മാർക്സ് ഒന്ന് നോക്കുമ്പോഴാണെങ്കിലും എത്തിക്സ് ഐ കുഡ് സ്കോർ വെൽ. അത് ഒരൊറ്റ കാരണമാണ് TJ സർ. നമ്മൾ എപ്പോഴും സാറിൻ്റെ അടുത്ത് ഇത് ചെയ്ത് സർ എങ്ങനെയാണ് എഴുതേണ്ടത്, ഇതിൻ്റെ കറക്ഷൻസ് എന്താ, ഇതൊക്കെ ഇത് ചെയ്യുമ്പോൾ സാറ് തന്നെയാണ് പിടിച്ചിരുത്തി മോനെ ഇങ്ങനെയൊന്നും അല്ല, നീ എഴുതുന്ന പോലെയൊന്നും അല്ല, ഇത് വേറെ രീതിയിലാണ് എന്നൊക്കെ പറഞ്ഞ് സാറാണ് ഇരുന്ന് ഇപ്പോൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കൊണ്ട് ചോദിച്ചാലും എടാ എന്തൊക്കെയാടാ നീ എഴുതി വച്ചേക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് സാറാണ് ഫുൾ കറക്റ്റ് ചെയ്ത് നമുക്ക് വേണ്ട രീതിയിലേക്ക് മാറ്റി തന്നത്. സാറിന് ആദ്യമേ സാറ് കൃത്യമായിട്ടുള്ള നമ്മുടെ റിയാലിറ്റീസ് എല്ലാം തന്നെ സാർ ആദ്യമേ പറഞ്ഞു. ക്ലാസ് PCM തുടങ്ങുമ്പോൾ എല്ലാവർക്കും അറിയാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ നിങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് ഒരാൾ കയറി എന്നുള്ള റിയാലിറ്റി സാറാണ്. പക്ഷേ അതാണ് റിയാലിറ്റി. നമ്മൾ ആ റിയാലിറ്റി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഈ ഒരു സിവിൽ സർവീസിനെ അപ്രോച്ച് ചെയ്യാൻ പഠിപ്പിച്ചത് സാറാണ്. സാറിനും ഏറ്റവും വലിയ നന്ദി ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. നിഖിൽ സാർ ആക്ച്വലി എന്നെ പഠിപ്പിച്ചിട്ടില്ല. ആ സമയത്ത് സാറ് PCM ക്ലാസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ സാറും തന്നിട്ടുള്ള സപ്പോർട്ട് വളരെ വലുതാണ്. സാറിനോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഡയസറിനോട് എങ്ങനെയാണ് ഡയസർ ഒരു സാറിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ തന്നെയാണ് എപ്പോഴും നിലനിന്നിട്ടുള്ളതും. ത്രൂ ഔട്ടായിട്ട് ഒരു ഡയറക്ടർ സ്വന്തം റൂം വരെ നിങ്ങളിരുന്ന് പഠിച്ചോ എന്ന് പറഞ്ഞ് മാറ്റി തരിക എന്നുള്ള ഒരേ ഒരു ഇത്, അത്രയും വലിയൊരു മനസ്സ് ഡയസാറിനല്ലാതെ വേറെ ആർക്കും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ഏതൊരു സിറ്റുവേഷനിലും നമുക്ക് കയറിച്ചെല്ലാം, അല്ലെങ്കിൽ വിളിക്കാനായിട്ടാണെങ്കിലും അല്ലെങ്കിൽ സാറിൻ്റെ പോർഷൻസ് ആണെങ്കിലും നർമ്മലഹരിയോടെ നമുക്ക് പകർന്നു നൽകുന്നതിൽ ഡയസാറിനുള്ള ഒരു പങ്കുണ്ട്. അപ്പോൾ അത് ഏറ്റവും കൂടുതലാണ്. സാറും വളരെയധികം താങ്ക് യു ഒരു സിറ്റുവേഷനിൽ. പിന്നെയും എനിക്ക് തോന്നുന്നു ഐലേൺ ഏറ്റവും കൂടുതൽ എനിക്ക് അക്കാഡമിക്സിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ പറയേണ്ടത് ഐലേൺ തന്നിട്ടുള്ള ബന്ധങ്ങളാണ്. ഒരു ടിപ്പിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനേക്കാൾ ഉപരിയായിട്ട് ഒരു ഫാമിലി ആയി തന്നെ മാറാനായിട്ട് ഐലേൺ സഹായിച്ചിട്ടുള്ള ഫാക്കൽറ്റീസിനെ, ഇപ്പോൾ ആരെയും തന്നെ ഞാൻ ഫാക്കൽറ്റീസ് എന്ന് പറയുന്നില്ല, കാരണം എല്ലാവരും തന്നെ നമുക്ക് ജ്യേഷ്ഠ തുല്യമായിട്ട് തന്നെയാണ് എല്ലാവരും മാറിയിട്ടുള്ളത്. അതിൽ എടുത്ത് പറയേണ്ട കുറച്ച് വ്യക്തികൾ ആണ്. ഒന്ന് അരവിന്ദ് സർ, സാർ ഇപ്പോൾ സർവീസിലാണ്. സാറിൻ്റെ ഒരൊറ്റ സെഷൻസ് എടുത്തുകൊണ്ടിരുന്നതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് പ്രിലിംസ് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിച്ചത്. അപ്പോൾ സാറിൻ്റെ ഓരോ സ്ട്രാറ്റജി സെഷൻസും എല്ലാം തന്നെ വളരെ യൂസ്ഫുള്ളായിരുന്നു. അതോടൊപ്പം തന്നെയാണ് ശിവസാർ അന്ന് തൊട്ട് ഇപ്പോഴും വരെയാണെങ്കിലും കൂടെ തന്നെ എന്താ പറയുക, നമ്മൾ പറയുന്ന താങ്ങും തണലുമായിട്ട് തന്നെ കൂടെ തന്നെ നിന്നിട്ടുണ്ട്. ശിവസാറിനും ഏറ്റവും കൂടുതൽ താങ്ക്സ് ഉണ്ട് ഈ ഒരു വേളയിൽ. പിന്നെ ജിഷ്ണു സർ, സൊസൈറ്റി ഇതായിട്ട് വളരെ ഒരു ജ്യേഷ്ഠതുല്യനായിട്ട് തന്നെ. ഇജാസ് സാറിൻ്റെ നോട്ട്സൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുണ്ട്. ജോയ്സി മാം, എക്കണോമിക്സിൻ്റെ ഇതൊക്കെ എന്നെ പഠിപ്പിച്ചതെന്ന് ജോയ്സി മാം ആണ്. ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. സോ മേ ഓൾ യു ബി ഏബിൾ ടു execute the ideals of Constitution to its best perfect and make the steel frame of our country worth it. Thank you so much.